കിഷ്കിന്ധകാണ്ഡം. ഇത് സ്പോയിലറായി പോകുമോ എന്നുള്ള പേടി കാരണമാണ് ഇറങ്ങിയ 2-ാം ദിവസം തന്നെ കണ്ടിട്ടും ഇത്രയും ദിവസം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാണ്ടിരുന്നത്. ഞാനീ പറയുന്ന ഒരു സ്പോയിലർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പടം കാണാത്തവരിത് കണ്ടതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. ഈ കിഷ്കിന്ധകാണ്ഡം പറയുന്ന അതേ കഥ തന്നെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചേക്കുന്ന ഒരു വെബ് സീരീസ് ഉണ്ട്, മലയാളത്തിൻ്റെ കരിക്ക്. ഈ കരിക്ക് 5 എപ്പിസോഡായിട്ട് റിലീസ് ചെയ്തേക്കുന്ന പൊരുൾ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. അത് ഏകദേശം ഇതേ കഥ തന്നെയാണ് പറയുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടും രണ്ട് പശ്ചാത്തലത്തിൽ കഥ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരച്ഛൻ ഒളിപ്പിച്ചേക്കുന്ന ഒരു രഹസ്യത്തിൻ്റെ കഥ. ഈ കിഷ്കിന്ധകാണ്ഡം കണ്ട സമയത്ത് എനിക്ക് ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കണ്ടപ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഈ ഒരേ ഒരു വെബ് സീരീസാണ്. ഏകദേശം അതും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിലെ കഥാപാത്രങ്ങൾ, ചുരുക്കം കഥാപാത്രങ്ങൾ, പയ്യെ വളരെ സ്ലോയിൽ തുടങ്ങുന്ന കഥാസന്ദർഭങ്ങൾ, പയ്യെ നമുക്ക് ഉണ്ടാകുന്ന നാച്ചുറലായിട്ടുള്ള ട്വിസ്റ്റുകൾ. ഈ 2 കഥകളും ഓൾമോസ്റ്റ് എന്തുകൊണ്ടും സെയിം തന്നെയാണ്. ചുരുക്കം ചില കഥാപാത്രങ്ങളെ ഉള്ളൂ എങ്കിൽ തന്നെ ഈ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭയങ്കര മാനസിക സംഘർഷമുണ്ട്. അത് ഈ വെബ് സീരീസിലും അതേപോലെ തന്നെയാണ് നമ്മുടെ കിഷ്കിന്ധകാണ്ഡം സിനിമയിലും കാണുന്നത്. കഥയും ഏകദേശം സെയിം തന്നെ. ഒരച്ഛനെ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു രഹസ്യം. അത് ഈ പറഞ്ഞേക്കുന്നത് പോലെ സിനിമയ്ക്ക് വേണ്ട വലിയ ക്യാൻവാസിലെടുക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടെ വലിയ രീതിയിൽ വിപുലീകരിച്ച് ചെയ്തേക്കുന്ന ഒരു സിനിമ. ഈ പടവും ഈ വെബ് സീരീസും കണ്ടേക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ടും ഏകദേശം സെയിം ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ കിഷ്കിന്ധകാണ്ഡം കണ്ടിട്ടും ഈ വെബ് സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം അതും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു സിനിമയല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയും ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാനിത് പറയുന്നത് കിഷ്കിന്ധകാണ്ഡം കോപ്പിയാണെന്ന് പറയാനോ മോശമാണെന്ന് പറയാനോ അല്ല. എനിക്ക് കിഷ്കിന്ധകാണ്ഡം വളരെ ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ എന്നെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തിയ സിനിമ തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും യാദൃശ്യവശാൽ എനിക്ക് തോന്നിയ ഒരു സാമ്യം അത് പറയുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് മേ ബി സ്പോയിലർ ആയേക്കാം. അതുകൊണ്ട് പടം കാണാത്തവർ ഇത് കാണാണ്ടിരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞത് ആദ്യം തന്നെ. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്കുള്ള യോജിപ്പും അതുപോലെ തന്നെ വിയോജിപ്പും ഒന്ന് കമൻറ്റ് ഇട്ടാൽ വളരെ നന്നായിരുന്നു.